വയനാട്ടിൽ ഇഞ്ചി കൃഷി വ്യാപകമായി നശിക്കുന്നതായി പരാതി. വായുവിലൂടെ പടരുന്ന ഫംഗസ് കാരണമാണ് കൃഷിനാശമെന്നാണ് കർഷകർ പറയുന്നത്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇഞ്ചി കൃഷി നശിച്ചിട്ടും കൃഷിവകുപ്പ് മുന്നറിയിപ്പൊന്നും നൽകിയില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. വയനാട്ടിൽ ഇഞ്ചി കൃഷി നശിക്കുന്നതിനാൽ വലിയ നഷ്ടമാണ് കർഷകർക്ക് നേരിടേണ്ടി വരുന്നത്. ഇഞ്ചിക്ക് വില ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ഫംഗസ് ബാധിച്ചുള്ള കൃഷിനാശവും കർഷകർക്ക് കൂടുതൽ വെല്ലുവിളിയാകുന്നത്. ഇഞ്ചിയുടെ ഇലകളിൽ ബാധിക്കുന്ന പ്രത്യേകതരം ഫംഗസാണ് കൃഷി നശിക്കാൻ കാരണം. ഇത് വായുവിലൂടെ പടരുന്നതാണെന്നും കർഷകർ പറയുന്നു. മുള്ളംകൊല്ലിക്കുഞ്ച് പഞ്ചായത്തിലെ അങ്ങോളം ഇങ്ങോളം ഇഞ്ചിക്ക് പെട്ടെന്ന് ഒരു കേടുബാധ കാണുന്നുണ്ട്. കർണാടകയിലെ കുടകിൽ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത ഫൈലേറിയ കുലേറിയ എന്ന് പറയുന്ന ഒരു ഫംഗസ് മൂലമാണ് ഇതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കോവിഡ് പോലെ ഇതിനേക്കാളും വളരെ വ്യാപകമായി പെട്ടെന്ന് ബാധിക്കുന്ന ഒരു രോഗമാണിത്. മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഈ കേടുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 60 കിലോയുള്ള ഒരു ചാക്ക് ഇഞ്ചിക്ക് 1200 രൂപ മാത്രമാണ് വിപണിയിൽ വിലയുള്ളത്. 10,000-ന് മുകളിൽ വില കിട്ടിയിരുന്ന സ്ഥാനത്താണ് 10-1 കുറഞ്ഞത്. ഇതിനിടയിലാണ് കൃഷിനാശവും കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇതോടെ ഫംഗസിനെ ഇല്ലാതാക്കാൻ ഉയർന്ന തുക കൊടുത്ത് കീടനാശിനികൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് കർഷകർ. ഇത് വിളവ് വലിയ കാര്യമായി ഇടിയും. നിലവിലെ ഇത് കേടുബാധ വന്ന ഇഞ്ചിയുടെ എല്ലാ മേലയും തണ്ടും വീണു പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന് കൃഷിവകുപ്പ് നമുക്ക് നിർദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടിൽറ്റ് പോലുള്ള പെറ്റിസൈഡും ഫംഗിസൈഡും എല്ലാം ഉപയോഗിക്കാനാണ് പറയുന്നത്. ഇത്തരം കീടനാശിനികൾക്ക് പൊതു മാർക്കറ്റിൽ വലിയ വില കൊടുത്ത് കർഷകർക്ക് മേടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. ജില്ലയിൽ ആദ്യമായാണ് ഇഞ്ചി കൃഷിക്ക് ഫംഗസ് ബാധ ഏൽക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത്. കീടനാശിനി തളിക്കുന്നുണ്ടെങ്കിലും ചിലവെല്ലാം കഴിഞ്ഞ് മുടക്കുമുതലെങ്കിലും ബാക്കി കിട്ടുമോ എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. ഈ കൃഷി മൊത്തം നശിച്ചുപോയി. ഇത് കണ്ടില്ല, ഇത് മുഴുവൻ ഇങ്ങനെ പഴുപ്പ് കയറിയിട്ട് പോവാണ്. ഇപ്പൊ 2 ആഴ്ച കൊണ്ടാണ് ഇതിങ്ങനെ ആയി. അപ്പൊ ആദ്യം ഒരു ചെറിയ പഴുപ്പ് കണ്ടപ്പോൾ അതിന് ആദ്യം ഒരു മരുന്ന് അടിച്ചതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ കൂടി. അപ്പം പിന്നെ രണ്ടാമത് ഇങ്ങനെ മരുന്നടിക്കാൻ പറഞ്ഞാണ് മരുന്നടിച്ചോണ്ടിരിക്കുക. ഇപ്പൊ കൃഷി കൊണ്ടൊരു നേട്ടവും അതിനകത്ത് കിട്ടുന്നില്ല നമുക്ക്. ഞാൻ വന്നിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഇന്നത്തെ വിഷമം കൊണ്ട് ഒത്തിരി പ്രതീക്ഷയോടെ നട്ടതായിരുന്നു കാര്യം. ഫംഗസ് ബാധ ഇഞ്ചി കൃഷിയെ രൂക്ഷമായി ബാധിച്ചിട്ടും കൃഷിവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. കർണാടകയുമായി ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശത്ത് ഇഞ്ചി കൃഷി വ്യാപകമായി നശിക്കുമ്പോഴും മുന്നറിയിപ്പ് നൽകാനോ നഷ്ടപരിഹാരം ലഭ്യമാക്കാനോ കൃഷിവകുപ്പ് ഇടപെട്ടില്ലെന്നും ആരോപിക്കുന്നുണ്ട്. ഇല നശിക്കുന്നുവെങ്കിലും വിള ലഭിക്കുമെന്നാണ് കൃഷിവകുപ്പിന്റെ വിശദീകരണം. നട്ടുവളർത്തിയ ഇഞ്ചി കൃഷി നശിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമാണ് കർഷകർക്ക് കഴിയുന്നത്. കൃഷിവകുപ്പ് ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.